ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷേ സിമ്പിളാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണ് ഇത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ അതല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് വെയിറ്റ് ലോസ് ജേണി സമയത്തോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇന്ന്. അപ്പം അതിനായിട്ട് നമ്മളിതാ ഒരു ഒനിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായി വേണം കട്ട് ചെയ്തെടുക്കാൻ, ഒരുപാട് വലിയ രീതിയിലല്ല കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട്. ഇതിലുള്ള അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനെടുക്കാം. ഒനിയൻ എടുത്തു കഴിഞ്ഞു. ഇനി ഇതാ ഒരു ടൊമാറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. ടൊമാറ്റോവും ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പക്ഷേ ടൊമാറ്റോൻ്റെ ഉള്ളിലത്തെ ആ വിത്തുകളും ബാക്കിയുള്ളതൊക്കെ കളയുക. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കുക. എന്നാലേ ഈ സാധനം നന്നായി കുറച്ച് ക്രിസ്പി ആയിട്ടും ക്രഞ്ചി ആയിട്ടൊക്കെ കടിക്കാനുള്ള രീതിയിലുണ്ടാവുള്ളൂ. ഒരു ടൊമാറ്റോ ഫുള്ള് റെഡിയാണ്. ഇനി എടുക്കുന്നത് ഒരു കുക്കുംബറാണ്. കുക്കുംബറും ഒരെണ്ണം ഫുൾ ഏകദേശം എടുക്കുന്നുണ്ട്. കുക്കുംബർ ഇപ്പോൾ ഹാഫ് മതിയെങ്കിൽ അത്ര എടുത്താൽ മതി. ഇതിലിപ്പോൾ ഞാനൊരു 6 സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കുംബർ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് എടുക്കാം. ഒരു ഹാഫ് പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആകുമ്പോൾ നമുക്ക് കടിക്കാനൊന്നും അധികം ഫീൽ ചെയ്യില്ല. അല്ല എങ്കിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിടുക. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. അത് കടിക്കുമ്പോൾ നമുക്ക് ഒരു ക്രഞ്ചിനെസ്സായോട് കൂടി കഴിക്കാം. ഇതിൽ ഒനിയൻ ഒരുപാട് വേണ്ട, കാരണം നമുക്കത് ഒനിയൻ്റെ ടേസ്റ്റ് ഒരുപാടായാലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കംസ് ഒക്കെ ഇടാം. ഞാനിപ്പോൾ ഇതിൽ ക്യാപ്സിക്കം ഒന്നും ഇട്ടിട്ടില്ല. ഇനി ഇടുന്നത് കുറച്ച് മല്ലിയിടയിലേക്ക് കുറച്ച് നന്നായി ഇട്ടാലേ ഇതിനൊരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുകയുള്ളൂ. ഇനി ഇതിനെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മണ്ണം. ഒരു പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞിടാം. ഈ പച്ചമുളക് ഓപ്ഷനിലാണ്. എരിയില്ലാത്തൊരു പച്ചമുളകായിട്ടാണ് ഞാൻ എടുത്തിട്ടത്. ഇതിൽ പച്ചമുളക് ഓപ്ഷനിലാണ്, ഇട്ടില്ലെങ്കിലും പ്രോബ്ലമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ചാറ്റ് മസാല ഇട്ടിട്ട് നമുക്കതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേറെ യാതൊരു മസാലകളും വേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമുക്കിതാ ഒരു ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡ് എടുത്തതിൽ ചീസാണ് തേച്ച് എടുക്കുന്നത്. ചീസ് സ്പ്രെഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബട്ടർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചീസി ആകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും എന്നുള്ളത് കൊണ്ടാണ്. ചീസ് വേണ്ട എന്നുണ്ടെങ്കിൽ ബട്ടർ തേക്കാം. അതല്ല ഒന്നും തേക്കാതെയും നമുക്കിത് ഫില്ല് ചെയ്യാം. ഇപ്പോൾ വെയിറ്റ് ലോസ് ജേണി സമയത്താണെങ്കിൽ നിങ്ങൾക്കിത് ഹോൾ മീൽ ബ്രെഡിൽ ജസ്റ്റ് ബട്ടറോ എന്തെങ്കിലും തേച്ച് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഇനി ഇത് എൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബട്ടറും കൂടി ചേർത്തിട്ടാണ് ഞാനൊന്ന് ടോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടർ വേണ്ട എന്നുള്ളവർക്ക് സിമ്പിളായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. പാൻ ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. ഇത് ഓവറായിട്ട് ഇരുന്ന് കുക്കാവേണ്ട ആവശ്യമില്ല. പുറമേയും അടിഭാഗവും മോൾഭാഗം മാത്രം കുറച്ചൊന്ന് ക്രിസ്പി ആയാൽ മാത്രം മതി. കാരണം ഉള്ളിലുള്ള വെജിറ്റബിൾ കുക്കാവാൻ പാടില്ല. ഉള്ളിലുള്ള വെജിറ്റബിൾ റോ ആയിട്ട് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ വെജിറ്റബിൾ കഴിക്കുകയും ചെയ്യും. സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കുമ്പോൾ നല്ല ഫില്ലിംഗ് ആയിരിക്കുകയും ചെയ്യും. ബ്രെഡും ജാമിനും ന്യൂട്രലയ്ക്കൊക്കെ പകരമായിട്ട് നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ 2 സൈഡും നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം റെഡിയായി വന്ന സാൻഡ്വിച്ചിനെടുത്ത് നമുക്കിനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിലെനിക്ക് ഷീറ്റ് ചീസിനേക്കാൾ നല്ലത് തോന്നിയത് ഇതാണ്, കാരണം നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.